അതുകൊണ്ട് കുടുംബസംഗമം എന്ന് പറയുമ്പം എത്ര അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ വലിയ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും അപ്പുറത്തേക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ, സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ, ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും കുടുംബസംഗമങ്ങൾ വിളിച്ചു ചേർക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലിരിക്കുന്നവരും ഈ വേദിയിലിരിക്കുന്നവരുമൊക്കെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംസാരങ്ങൾക്ക്, പ്രഭാഷണങ്ങൾക്ക്, ഒരുമിച്ചിട്ടുള്ള ചില പങ്കുവയ്ക്കലുകൾക്കാണ് സാക്ഷിയാവുന്നത് എന്ന് വിശ്വസിക്കുകയാണ്. നമ്മളൊക്കെ ഇരുട്ട് പടരുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. നമുക്ക് കാഴ്ചയുണ്ട്, പക്ഷേ പലതും നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. നമ്മളുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വൈകിയാണ് അറിയുന്നത്. ഒപ്പം ജീവിക്കുന്ന എന്നും കാണുന്ന മനുഷ്യരുടെ ചില മുഖങ്ങൾ പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. വാർത്തകൾ കാണുമ്പം ജീവിതത്തിലെ ഞെട്ടലുകളൊക്കെ സ്വാഭാവികമായി മാറിക്കഴിഞ്ഞൊരു കാലമാണിത്. എങ്ങനെയൊക്കെയാണ് മനുഷ്യന് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മൾ. എങ്ങനെയാണ് കാലം ഇങ്ങനെയൊക്കെ മാറി സഞ്ചരിച്ചത്? ഞാൻ എന്തുകൊണ്ടാണ് അറിയാതെ പോയത്? എനിക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ പോയത് എന്നൊക്കെ പരിതപിക്കുന്ന രക്ഷിതാക്കൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സത്യമല്ലേ പറയുന്നത്? നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ പലപ്പോഴും പല വാർത്തകളിലും പല കുടുംബങ്ങളെയും കാണുമ്പോൾ അവരൊന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള അപകടങ്ങൾ ജീവിതത്തിലേക്ക്, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും സ്തംഭിച്ച് നിന്നിട്ടുണ്ട്. അത്രയും പ്രയാസം നിറഞ്ഞ് ബന്ധങ്ങളെ എങ്ങനെ കാണണമെന്ന് ചോദിക്കുമ്പം പണ്ടൊക്കെയുള്ള ആളുകൾ, അതായത് മുൻ തലമുറയിൽ കടന്നു പോയിട്ടുള്ള ആളുകൾ അവരെങ്ങനെയാണോ ബന്ധങ്ങളെ സ്വീകരിച്ചത് അതേപടി പുതിയ കാലത്തെ ആളുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പേടിയാണ് മനുഷ്യർക്ക്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, ഇതൊക്കെ അധിക കാലം പോകുമോ എന്ന്. തൃപ്തരല്ല, തൃപ്തി ലഭിക്കുന്നില്ല. വിവാഹങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള തൃപ്തി ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരാണ് രംഗത്തേക്ക് വരുന്നത്. എത്ര ആശുപത്രികളാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ടുള്ളത്. ഒരു ദിവസം നമ്മുടെ കോഴിക്കോട് ടൗണിൽ തന്നെയുള്ള ക്ലിനിക്കുകൾ നമ്മളൊന്ന് വിളിച്ച് ബുക്കിങ്ങിന് വേണ്ടി സമീപിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സ്ലോട്ട് ലഭിക്കില്ല, ഫുള്ളായിരിക്കും. എന്നിട്ട് അടുത്ത മാസത്തേക്കായിരിക്കും പലപ്പോഴും നമുക്ക് സ്ലോട്ട് അനുവദിച്ചു തരിക. എന്തുകൊണ്ടാണ് ഇത്രമാത്രം സൈക്കോളജിസ്റ്റുമാര് അവരാശുപത്രികൾ തുറന്ന് ക്യൂവിൽ ആളുകളെ നിർത്താനുള്ള രൂപത്തിലേക്ക് കാലം കൊണ്ടു ചെന്നെത്തിച്ചത്? ആരൊക്കെയാണ് അവിടേക്ക് ചെല്ലുന്നത്? ആ ആളുകൾക്കൊക്കെയുള്ള പ്രയാസം എന്താണ് എന്ന് പരിശോധിച്ചാൽ ജീവിതത്തിലുള്ള സംശയങ്ങളാണ് ഇതിൻ്റെയൊക്കെ പൊരുൾ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ? എനിക്ക് മാനസികമായിട്ട് എൻ്റെ അടുത്ത കുടുംബക്കാരോട്, ബന്ധുക്കളോട് ഒരു ആത്മഭാഷണം നടത്താൻ പറ്റുന്നില്ല, അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ആളുകൾക്ക് സംശയങ്ങളാണ്, ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള ആശങ്ക പലപ്പോഴും ഈ ആളുകളിൽ, പുതിയ തലമുറയിലുള്ള ആളുകളിലൊക്കെ കാണുകയാണ്. നമ്മൾ പഴി പറയാറുണ്ട്, പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന്, പെൺകുട്ടികൾക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് നമ്മൾ പഴി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ആൻസൈറ്റി ഉണ്ട്, അവരുടെ ഉള്ളിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊരു ഡിസോർഡറാണ്.
ഇത് സൈക്കോളജിക്കലി ഒരു ഡിസോർഡറാണ്. കുഞ്ഞുനാളുകളിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കൾക്ക്. അറിയാത്ത ആളുകളെ കാണുമ്പം എങ്ങനെ പെരുമാറണമെന്ന്, തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ചുറ്റുപാടിലേക്ക് വരുമ്പം നീ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞു കൊടുക്കലുകൾക്കപ്പുറത്തേക്ക് ഒരു ആത്മബോധം നൽകാൻ, ഒരു സെൽഫ് കോൺഫിഡൻസ് നൽകാൻ, നീ തീരുമാനങ്ങൾ എടുക്കുമ്പം അതിനോടൊപ്പം ചിന്തയും നിന്റെ വിശ്വാസവും നിന്റെ ധാർമ്മികപരമായിട്ടുള്ള നിലപാടും കൂടി നീ അതിന് ഉൾക്കൊള്ളണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാവണം പുതിയ തലമുറയിലുള്ള ആളുകൾ ഇങ്ങനെ ആശങ്കിച്ച് നിൽക്കുന്നത്, അവർ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത്, എന്നോട് ഇടപെടുന്നത്, എനിക്ക് നൽകുന്ന പരിഗണന ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വിഭാഗം പുതിയ തലമുറയിലുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിവാഹത്തിലേക്ക് പോകാൻ കുട്ടികൾ മടിക്കുന്നത്. വിവാഹബന്ധത്തിലേക്ക് എത്തിയ ആളുകൾ പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ജീവിതത്തിൽ അവസാനം അവർ കണ്ടെത്തുന്നത് മുന്നോട്ട് പോകാൻ പറ്റാതെ ചെറിയ കാരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഇനി നടക്കാൻ പറ്റാത്ത മാനസികമായിട്ടുള്ള ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് വരെ ആളുകൾ ചെന്നെത്തുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പം കുടുംബം എന്ന് പറയുന്നതിലെ ഒരു സൗകര്യമുണ്ട്. ആ സൗകര്യത്തിനെ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റണം. പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾ കുറേ അകന്നിട്ടാണ്, കുടുംബത്തിൽ നിന്ന് അകന്നിട്ടാണ് ജീവിക്കുന്നത്. അവരെത്രത്തോളം അകന്നിട്ടാണ് എന്ന് ചോദിച്ചാൽ, വീട്ടിലുള്ള കുട്ടിയോട് ഏറ്റവും അടുത്ത ഒരു ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സുഹൃത്തിൻ്റെ പേരായിരിക്കും പറയുക, വീട്ടിലുള്ള ഒരാളുടെയും പേരായിരിക്കില്ല പറയുക. നിന്റെ എല്ലാ സീക്രട്സും അറിയുന്ന ഒരാളെ ചോദിച്ചാൽ ഒരു സുഹൃത്തിൻ്റെ പേര് പറയും. വീട്ടിലെ ഉമ്മയുടെയോ ഉപ്പയുടെയോ സഹോദരങ്ങളുടെയോ പേരായിരിക്കില്ല പറയുക. അപ്പം മക്കൾ എത്ര ദൂരത്താണ് നിൽക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. വീട് സൗകര്യമുള്ള ഇടമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. നീ തുടങ്ങുന്നതും നീ ഒടുങ്ങുന്നതും നിന്റെ കുടുംബത്തിലാവണം എന്ന് പറഞ്ഞു കൊടുക്കണം. എവിടെ ചെന്നെത്തിച്ചാലും, നീ ഏതവസ്ഥയിൽ ചെന്നെത്തിയാലും അവസാനം നിനക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്ഥലമുണ്ടല്ലോ. നീ എന്ത് പ്രതിസന്ധിയിൽപ്പെട്ടാലും അവസാനം തിരിച്ചു വരാനുള്ള ഒരു സ്ഥലം, ആ സ്ഥലം എന്ന് പറയുന്നത് നിന്റെ വീടാണ് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നല്ല ജീവിതം മക്കൾക്കായിട്ട് നമ്മൾ തുറന്നു കൊടുക്കുക? ഖുർആനിൽ നമ്മളുടെ വീടിനെ, കുടുംബത്തിനെയൊക്കെ ധാർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു ചുറ്റുവട്ടമാണത്. നമ്മൾ തിരിഞ്ഞു പോയാലും തിരിച്ചെത്തുന്ന ഒരു സ്ഥലം. അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള, അതിൻ്റെ ഉദാഹരണമായിട്ടുള്ള രൂപത്തിൽ കുടുംബാംഗങ്ങളെ മാറ്റാൻ പറ്റട്ടെ. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നല്ല ഒരു പിതാവിനെ കണ്ടുകൊണ്ട് ജീവിതം ആഗ്രഹിക്കുന്ന മകളെക്കുറിച്ച്. നമ്മളെയൊക്കെ കണ്ടുകൊണ്ട് നമ്മളുടെ മക്കള് അത്തരത്തിലുള്ളൊരു ജീവിതം ആഗ്രഹിക്കട്ടെ. പരസ്പരം പുഞ്ചിരിക്കുന്ന, പ്രയാസങ്ങളില്ലാത്ത, എന്ത് പ്രതിസന്ധിയിലും വീട്ടിൽ വന്നാൽ ആ പ്രതിസന്ധി തീരുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ആളുകൾ പുതിയ ലോകത്തുണ്ടാവട്ടെ. അങ്ങനെയുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ വീട് എന്ന് പറയുന്നത് ഭദ്രതയുള്ള ഒരു സ്ഥലമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സമാധാനത്തിൻ്റെ സ്ഥലമായിട്ട് വീടിനെ മാറ്റാൻ പറ്റുന്നത്, ആശ്വാസത്തിൻ്റെ സ്ഥലമായിട്ട് വീടിനെ മാറ്റാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കാലത്തിന് ആഗ്രഹിക്കാത്ത മനുഷ്യരാരുണ്ട്? വെറുതെ ചിന്തിക്കുന്നതാ. പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഇത് വേണ്ട എന്നുള്ളത് നമ്മളുടെ തെറ്റായ ധാരണയാണ്. ആശ്വാസം കിട്ടുന്നത് എവിടെയാണോ അങ്ങോട്ട് തീർച്ചയായിട്ടും മനുഷ്യർ വരും. ആശ്വാസം കിട്ടുന്ന സ്ഥലം എവിടെയാണോ അങ്ങോട്ട് തീർച്ചയായിട്ടും മക്കൾ വരും, പുതിയ തലമുറ വരും. അതുകൊണ്ട് ആശ്വാസമുള്ള സ്ഥലമായിട്ട് നമ്മുടെയൊക്കെ വീടുകൾ മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത്. KNM-ന്റെ ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.